ചരിത്രത്തിൽ അല്ലാഹു തആല മാരിഫത്തിൻ്റെ വാതിൽ തുറക്കണം ഇപ്പം നമുക്ക് എല്ലാവർക്കും പൂതിയുണ്ട്. എല്ലാവരും ദ്വാർക്കും അല്ലാഹുവേ എനിക്ക് നീ മാരിഫത്തിൻ്റെ വാതിൽ ഈ മാരിഫത്തിൻ്റെ വാതിൽ തുറക്കണമെങ്കിൽ സനാഹ് കൂട്ടണം. ആരോടുള്ള സനാഹ്? അല്ലാതെ തുറക്കൂല. തുറക്കണ പരിപാടി ഉണ്ടാവുകയില്ല. ഒരാൾ അള്ളാഹുവിനെ സനാഹ് ചെയ്തു, ആരെ സനാഹ് ചെയ്തില്ല എങ്കിലും അള്ളാഹുവിന് തുറന്നു കൊടുക്കൂല. ഇങ്ങോട്ട് നോക്ക്, ഒരാൾ ആരെ പ്രശംസിച്ചു? പറയേ, വഹീദായ അഹദായ റബ്ബിനെ പ്രശംസിച്ചു, പക്ഷേ ആരിലേക്ക് തിരിഞ്ഞില്ല. വലം യൽതഫിത് ഇലാ സനാഇ റസൂലില്ലാഹ് ലം യുഫ്തഹ് ലഹു, അവന് തുറക്കപ്പെടുകയില്ല. ഇല്ല, ചരിത്രത്തിലില്ല, ഉണ്ടാവില്ല, ഇംപോസിബിൾ, നടക്കാത്ത കാര്യമാണ്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ആരൊക്കെ സനാഹ് ചെയ്തോ സനാഹിന്റെ അളവിൽ തുറക്കും. മനസ്സിലായോ പറഞ്ഞത്? അതുകൊണ്ട് നമുക്ക് അള്ളാന്റെ വാതിൽ തുറക്കണമെങ്കിൽ നമ്മൾ ആരെ പ്രശംസിക്കണം? അതുകൊണ്ടാണ് പഴയ കാലത്തെ ആളുകൾ, ഇന്നിപ്പോൾ അവിടെ അത്തിപ്പറ്റ മെയ്തീൻ കുട്ടികളുടെ ഒരു മധുഹം കൂടി പറയാണ്. ഒറ്റ കാര്യം ഞാൻ പറയാം, മറ്റൊക്കെ തങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരൊരു മര്യാദക്കൊരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? മങ്കൂസ് മൗലൂദിൻ്റെ ഒരു അരീതെങ്കിലും ഓതിയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറയും. ആർക്കൊക്കെ അള്ളാഹു തആല തുറന്നു കൊടുത്തിട്ടുണ്ടോ അവരൊക്കെ മദ്ഹിൽ കൂടിയിട്ടുണ്ട്. അള്ളാഹു തുറന്നു കൊടുക്കാത്തവരെ പിന്നാലെ നിങ്ങൾ പോകണ്ട, അതിലൊരു നേട്ടമില്ല. മുസ്ലിം ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ നഷ്ടം നിങ്ങൾ വിചാരിക്കുന്നതൊന്നുമല്ല. മുസ്ലിം ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ നഷ്ടം മുസ്ലിം ഉമ്മത്തിൽ വന്നിട്ടുള്ള റസൂലുള്ളാഹി തങ്ങളുടെ മഹത്വം മനസ്സിലാക്കാത്ത ചില കക്ഷികളാണ്. 3 നൂറ്റാണ്ട് കാലമാണ് അവർ മുസ്ലിം ലോകത്തെ ഭരിച്ചത്. അതാണ് ഇന്നത്തെ എല്ലാ പ്രശ്നത്തിൻ്റെ കാരണം. അത് നിങ്ങൾക്ക് അറിയാരെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. അതൊരു പുതിയൊരു വിഷയം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് തൽക്കാലം ഞാൻ ഉണ്ടായിരിക്കാം. 3 നൂറ്റാണ്ട് കാലം മുസ്ലിം ലോകം നശിപ്പിച്ചത് ഈ വിഭാഗമാണ്. ആ വിഭാഗത്തിനെ മനസ്സിലാക്കാതെ, ആ വിഭാഗത്തിനെ എൻ്റെ മോശത്തിനെ മനസ്സിലാക്കാതെ ഒരാൾക്ക് സുന്നിയാകാനോട്ട് കഴിയൂല. അവരാകെ മോശം. അവർ നിസ്കരിക്കും, നോമ്പ് എടുക്കും, അള്ളാഹിനെ സനാഹ് ചെയ്യും. ആരെ സനാഹ് ചെയ്യൂല? മുസ്തഫ റസൂലുള്ളാഹിനെ സനാഹ് ചെയ്യുന്നത് ലുബ്ധത കാണിക്കും, തുറക്കൂല. ഇനി ദുആ കൂടി മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്വലാത്ത് ദുആ ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സനാ ആണെങ്കിലും ദുആ ആണെങ്കിലും നമ്മളൊരു ലാഹിൻ ആയിട്ട് ഒരശ്രദ്ധനായി ആ പണിയെടുക്കാൻ പാടില്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അലാ ലിസാനി, അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരിജു ബിഹിൽ ഖുറബ് വതുഖ്ലാ ബിഹിൽ ഹവായിജ് വതുനാലു ബിഹി. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇതിൻ്റെ പദാനുപദ തർജ്ജമ ഒരാൾക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും, പഠിക്കൽ നല്ലതാണ്, ഇനി പഠിച്ചിട്ടില്ലെങ്കിലും സ്വലാത്ത് ഇങ്ങനെ ചെല്ലുമ്പോൾ റസൂലുള്ളാഹിക്ക് ഗുണമുണ്ടാവട്ടെ, റസൂലുള്ളാഹിക്ക് ഗുണമുണ്ടാവട്ടെ, റസൂലുള്ളാഹിക്ക് ഗുണമുണ്ടാവട്ടെ എന്ന് ചിന്തിച്ചു കൊണ്ട് ചെല്ലിയാൽ അതിനനുസരിച്ച് തറക്കി പെട്ടെന്നുണ്ടാവും. മനസ്സിലായിട്ടില്ല? നമുക്ക് ഒരു സ്വഭാവമുണ്ട്, എന്തെന്നറിയോ? അതൊപ്പിക്കാൻ വേണ്ടി ഓടും, ഉള്ളിലേക്ക് ചിന്തിക്കുന്നില്ല. അൽഫാദിന്റെ മാന വരെ വെക്കണം എന്നില്ല, എന്നാലും എന്ത് ചെയ്യണം? ഇപ്പൊ ധാരാ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോൾ അല്ലാഹുവേ നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു എന്ന് മനസ്സിൽ ഹാളറാക്കിയിട്ടില്ലെങ്കിലും എന്ത് ഹാളറാക്കണം? അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്തെങ്കിലും ഹാളറാക്കണം. പടച്ചോനെ പുറത്തു തരണട്ടാ, അങ്ങനെ മതി എന്നൊക്കെ പറയുന്നത് മനസ്സിലായോ പറഞ്ഞത്? ഇപ്പൊ നമ്മൾ സുബഹിയുടെ മുമ്പ് വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ ഇസ്തിഗ്ഫാർ ചെയ്യലോ. ഈ ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്ന മനുഷ്യൻ അസ്തഗ്ഫിറുല്ലാഹിന്റെ പദാനുപദ അർത്ഥം കൊണ്ടുവന്നിട്ടില്ലെങ്കിലും ആ പദം കഴിയുന്നത് വരെ അവന്റെ മനസ്സിലൊരു ഹാളർ വേണം. എന്ത് ഹാളർ വേണം? ഞാൻ നിന്റെ മുന്നിൽ കുറ്റവാളിയാണ്, എനിക്ക് നീ മാപ്പാക്കി തരണം എന്ന ഹുദൂറോട് കൂടെ ചെല്ലലാണ് ആ ദിക്റിന്റെ തറക്കി. അപ്പോഴാണ് ആ ദിക്റിൽ ഉയർച്ച ഉണ്ടാവുക, അപ്പോഴാണ് പൂർണ്ണമായി അള്ളാഹു ഒഴിവാക്കി കൊടുക്കുകയും ചെയ്യാം. അതേപോലെ സ്വലാത്ത് ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂലിന് ഗുണം വരട്ടെ എന്ന് മനസ്സിൽ പറയും. അള്ളാഹുവിന്റെ റസൂലിന് നമ്മുടെ ഗുണത്തിന്റെ ആവശ്യം ഇല്ല. പകരം നമ്മൾ അള്ളാഹുവിന്റെ റസൂലിനെ ഓർമ്മിച്ചാൽ അള്ളാഹും റസൂലും 10 വട്ടം നമ്മെ ഇങ്ങോട്ട് ഓർമ്മിക്കും. അതിന് നമ്മൾ ഓർമ്മിക്കണമല്ലോ, തൊള്ളോണ്ട് മാത്രം പറഞ്ഞാൽ പോരല്ലോ. എന്നാ തൊള്ളോണ്ട് പറയുന്നത് കൂലില്ലേ? ഉണ്ട്, പക്ഷെ തിരക്കുണ്ടാവില്ല.
തറക്കി എന്ന് പറഞ്ഞാൽ സ്വലാത്തിൽ അഭിവൃദ്ധി. ചില ആളുകൾ സ്വലാത്തിലും അതേ സമയത്ത് ദുശ്ശീലങ്ങൾ വർജിക്കാൻ അവർക്ക് കഴിയില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഒരു മിനിറ്റ് ഇരിക്കും. ദുശ്ശീലമായി തന്നെ തുടരും. അവരെ കണ്ടിട്ട് ചില ആളുകൾ അഹ്ലുസുന്നയെ കുറ്റം പറയും. സലാത്തന്മാർ, കുറച്ച് സലാത്തന്മാർ ഇവിടെ ഈ മാലിലുണ്ട്, നമുക്കറിയാം, അരക്കൈക്ക് ഉപകാരമല്ല, അങ്ങനെ പറയുന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ അല്ല, നിങ്ങൾ പിന്നെ കൂടുതൽ കേൾക്കാത്ത മനുഷ്യന്മാരായതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത്. മനസ്സിലാണ്ടോ പറഞ്ഞത്? കുറ്റം പറയും. ചിലപ്പോൾ അത് അവരങ്ങനെ ആയിരിക്കാം, ചെയ്യാം. സലാത്ത് അവരെ ദുശ്ശീലങ്ങളെ മാറ്റിയില്ല. അപ്പൊ സ്വലാത്ത് നമ്മളെ ദുശ്ശീലങ്ങളെ മാറ്റണല്ലോ. എന്തുകൊണ്ട് മാറ്റിയില്ല? നമ്മൾ സ്വലാത്തിന്റെ മായനയിലെ അസ്ൽ മായനയിലേക്ക് പോലും ചിന്തിച്ചില്ല, അതതാണ് ഒപ്പിച്ചു. ഇപ്പൊ 100 നായത്ത് സ്വലാത്ത് ചൊല്ലണം. അപ്പൊ 100 നായത്ത് സ്വലാത്തിന്റെ അൽഫാൾ പൂർത്തീകരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. മുത്തുനബിക്ക് ഗുണമുണ്ടാവട്ടെ എന്ന് കൽബിൽ കൊണ്ടുവരൂല. അപ്പോൾ എന്തുണ്ടാവൂല? ഈ ലഫ്ള് മാത്രമേ അവിടെ എത്തുള്ളൂ, കൽബെത്തൂല. ഒന്നിന്റെ കൂടെ വരും മനുഷ്യന്മാരെ, കൽബും കൂടി എത്തിച്ചാൽ അഭിവൃദ്ധി ഉണ്ടാവും. പെട്ടെന്ന് കയറിപ്പോവും. കുറെ എണ്ണം ചെല്ലേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ചെല്ലലുമില്ല, പിന്നെ മൊത്തം ചെല്ലലാണ്. പിന്നെ എങ്ങനെ ഇരിക്കലെന്നെ, അങ്ങനെ നോക്കലേ. ആ കീശ്ശേരി അങ്ങാടിയിൽ ആ പിന്നെ പീഡിയന മുറിന്റെ മേലെ നോക്കി ഇങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരിക്കും നോക്കിയിട്ട്. അതാണ് തൃപ്പൽ ചെയ്യുമ്പോൾ ഒരു ലഫ്ള് തന്നെ നമ്മൾ കേൾക്കൂല. നമ്മൾ 4 മണി മറിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മൾ കിടിയും എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലിയും കൊണ്ട് മുപ്പരി അല്ലാതെയും. എന്നിട്ട് നമ്മളിപ്പോഴും ഇവിടെ തന്നെ മുപ്പരി അതിന്റെ ഉന്നത അവസ്ഥയിലെത്തി. നിങ്ങൾ ഇതിന്റെ കൂടെ അല്ല. ചെല്ലാത്ത ആള് കയറി, ചെല്ലാനോ ഇപ്പോഴും മേപ്പോട്ട് നോക്കിയിരിക്കുക. എന്തുകൊണ്ട്? നമ്മൾ ചെല്ലുമ്പോഴും നമ്മളെ മകളെ കെട്ടിക്കല നമ്മളെ മനസ്സ്, നമ്മൾ ചെല്ലുമ്പോഴും നമ്മളെ വിസ ശരിയാകല മനസ്സ്, നമ്മൾ ഈ കിടിയും ചെല്ലുമ്പോഴും കടം വിടല നമ്മളെ മനസ്സ്. മറ്റിന് കടമില്ല, പെണ്ണുമില്ല, പെടക്കോയില്ല, പെരിച്ചായില്ല, അള്ളി റസൂൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരെ നോട്ടം പോലും സ്വലാത്ത, അവരെ നോട്ടം പോലും ദിക്റാ, അവരുടെ യഖ്ലത്തും അവരുടെ മനാമും ഒക്കെ ദിക്റാ. വനുഖല്ലിബുഹും ദാത്തൽ യമീനി വദാത്ത ശിമാൽ എന്ന് ചില ആളുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് അവര് ചെതല് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നുഖല്ലിബുഹും എന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടത്തിയത്. കുറെ വിഡ്ഢിത്തരം മനുഷ്യന്മാർ എഴുതി വെക്കുമല്ലോ സ്വാഭാവികമായും. അതിന്റെ അപ്പുറത്തേക്കോലും ആലോചിച്ചില്ല. എന്തുകൊണ്ട്? 350 കൊല്ലം നായകനെ ചെതല് പിടിക്കൂലെന്നും ഔലിയാക്കളെ ചെതല് പിടിക്കുന്നു ഏത് വാപ്പ പറഞ്ഞ്? നായക്ക് തിരിഞ്ഞും മറിഞ്ഞും കിടക്കണ പണിയില്ല. അത് ബാസിത്തും തന്നെ പറഞ്ഞു. അതിനെ നുഖല്ലിബ് പറഞ്ഞില്ല. ഇതെന്റെ ഇവര് ദാക്കിരിങ്ങളാ, അവരുടെ നൗമും ദിക്റാ, അതാണ് നുഖല്ലിബുഹും. ഒന്ന് അങ്ങോട്ട് കിടക്കും, ഒന്നും കിട്ടി കിടക്കും. ഈ കടത്തതിനനുസരിച്ചൊക്കെ എന്ത് നടക്കും പറയും? ദിക്ർ നടന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അവരെ ഉറക്കവും ദിക്റാണ്, യഖ്ലത്തും ദിക്റാണ്, എല്ലാം ദിക്റാണ്. അല്ലാത്തൊരു കാര്യമാണ് മനസ്സിലില്ല. നമ്മൾ ചൊല്ലുമ്പോഴും അള്ളാഹു റസൂൽ മനസ്സിലില്ല. അതുകൊണ്ട് തിരക്കുണ്ടാവില്ല, ദുശ്ശീലം മാറൂല. അരക്കനായി തുടരും. പള്ളിൻ്റെ മദ്രസയും പൈസ കട്ടുമുണുങ്ങണ പിന്നെ നാട്ടിലെ കാരാക്കൂസ് സ്വലാത്തും ചെല്ലിയും കൊണ്ട് ആ പണി നടത്തിക്കൊണ്ടേ പോകും. പള്ളിനെ കക്കും, മദ്രസനെ കക്കും, എല്ലാം കക്കും, കിട്ടിയതൊക്കെ കക്കും, സ്വലാത്തും ചെല്ലും. അങ്ങനത്തെ ആളുകളെയും എനിക്കറിയാം. സ്വലാത്തും ചെല്ലും, ദ്വാ സമ്മേളനത്തിനും ആമിയെടുക്കാൻ വരും, എല്ലാ തങ്ങന്മാർക്കും പരിയിൽ വിരുന്നും കൊടുക്കും, പള്ളിന്റെ മദ്രസിന്റെ മോഹൻ പരമാവധി മുണുങ്ങുകയും ചെയ്യും. അങ്ങനത്തെ ആളുകളെയും മലപ്പുറം ജില്ലയിൽ എനിക്കറിയാം. ഒരു ദുശ്ശീലമാണ്. ഒന്നും വിചാരിക്കരുത്. എന്താ പേരും അറിയാത്ത, പേര് പറഞ്ഞാൽ തീരൂല, അതിന് മാത്രം ഉണ്ടോ? അതിന് നിങ്ങൾ വഞ്ചിതരാകണ്ട. ഞാൻ റഹ്മത്തുള്ള വഞ്ചിതരാവില്ല. റഹ്മത്തുള്ള വിട്ട മൂക്ക് കൂടെ കൊണ്ട് 4 കാറ്റ് വിടുന്നുണ്ടോ ഔലിയ പാപ്പയെന്നോ ഞാൻ പറയില്ല. ഒരു മനുഷ്യന് ഹക്കും ബാത്തിലും വേണം. ഹക്കും ബാത്തില്ലാത്ത തീനുണ്ടാവില്ല. എന്തുകൊണ്ട് അവിടേക്ക് ഇത് സ്വലാത്തൊക്കെ ചെല്ലിട്ടൂടെ എത്തിയില്ല? അവർക്ക് സ്വലാത്തിന്റെ അടതൊപ്പിക്കലേ ഉള്ളൂ, ജനങ്ങളെ മുന്നിൽ കാണിക്കലേ ഉള്ളൂ. അവർ മുസ്തഫ നബിക്ക് ഗുണം വരട്ടെ എന്ന് 1 സെക്കൻഡ് പോലും
വിചാരിച്ചിട്ടില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായില്ലേ? നല്ലോണം മനസ്സിലാക്കണം. സ്വലാത്തിലുള്ള ആളുകൾ ഇത് എൻ്റെ മുന്നിലിരിക്കുന്നുണ്ട്. ഇവരൊക്കെ ആയിരക്കണക്കിന് സ്വലാത്തിലും ഈ സ്വലാത്ത് ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അതൊപ്പിച്ചാൽ പോരാ. അതിൻ്റെ ഓരോ സെക്കൻഡിലും അള്ളാഹുവിൻ്റെ റസൂലിന് ഗുണം ഉണ്ടാട്ടെ, ആലിന് ഗുണം ഉണ്ടാട്ടെ. ഇപ്പം സ്വലാത്തുൽ ഫാത്തിഹ ആണെങ്കിൽ ആലും കൂടി ഉണ്ടായില്ല, സ്വലാത്തുൽ നാരിയത്താണെങ്കിൽ ആലും ഉണ്ട്, സ്വഹബും ഉണ്ട്. അപ്പം ഇവർക്ക് അവർ ആ ലഫ്ളിലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനും അവിടുത്തെ ആലിനും അവിടുത്തെ സ്വഹബിനും ഗുണമുണ്ടാവട്ടെ എന്ന് മനസ്സിൽ, അതിൻ്റെ ലഫ്ളൊന്നും കൊണ്ടുവരണ്ട, അതെങ്കിലും മനസ്സിലുണ്ടായാൽ തിരിച്ചടിച്ചുകൊണ്ടേയിരിക്കും. ഭയങ്കര തിറക്കുണ്ടാവും, സ്വഭാവം നന്നോ, ദുശ്ശീലം മാറും. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അങ്ങനത്തെ മനുഷ്യന്മാർ പാടവരമ്പത്ത് നടത്തിയിരുന്നു. അന്ന് ഫാക്ടം പോസ് 20 ഇല്ല, പൊട്ടാഷ് ഇല്ല, യൂറിയ ഇല്ല, ഒന്നുമില്ല. അല്ലേ? സത്യല്ലേ? സുബൈ നിസ്കരിച്ച് സ്വലാത്തിനല്ലേ ഒന്ന് ഇങ്ങനെ നടന്നുപോയി കയറി വരുമ്പോഴത്തേന് അതന്നെ 1-ാം നമ്പർ നെല്ല് അല്ലേ? സത്യല്ലേ? 1-ാം നമ്പർ നെല്ല് വിളഞ്ഞിങ്ങനെ കതിര് 100 മേനിയല്ല 1000 മേനി വിളഞ്ഞ് നമ്മൾ കണ്ടതാ, നമ്മൾ തിന്നതാ, നമ്മളതൊക്കെ കൂടിയതാ. അല്ലേ? സത്യല്ലേ മനുഷ്യന്മാർ? ഒന്നുമില്ല. എന്തുകൊണ്ട്? ആ സ്വലാത്ത് അവരെ കൃഷിയെ വർദ്ധിപ്പിച്ചു, ആ സ്വലാത്ത് അവരെ കച്ചവടത്തിൽ ലാഭം ഉണ്ടാക്കി. 2 പാടം, 2 പാടം അത്ര തന്നെ. എൻ്റെ വല്യപ്പാക്ക് 2 പാടം. അങ്ങനെ ഇരുന്നുണ്ടായിരുന്നു എൻ്റെ അമ്മാൻ്റെ വാപ്പ, അതാണ് പറഞ്ഞ വല്യപ്പ. 2 പാടം, കുറച്ച് തെങ്ങും. അതുകൊണ്ട് മക്കളെ കെട്ടിച്ച് 5-6 പെൺകുട്ടികളെ കെട്ടിച്ച് 1 ഉറുപ്പ്യ ഒരാളെ കയ്യിൽ നിന്നില്ലാതെ വല്യപ്പ തന്നെ ഇതിൽ നിന്നൊക്കെ ചെലവ് നടത്തിയതിന് ശേഷം വല്യപ്പ ഹജ്ജിന് പോയി വന്ന്. വല്യപ്പൻ ഹജ്ജിന് പോയി വന്ന്, ആരും പൈസയില്ല, വരുമാനമല്ല, നഷ്ടമല്ല. നാട്ടിലെ ഏറ്റവും വലിയ മൗലിദ് വല്യപ്പ നടത്തും. എന്തുകൊണ്ട്? ഒരു തേങ്ങട്ടാൽ അവിടെ എടുത്തു വെക്കും, നല്ല തേങ്ങ, വലിയ തേങ്ങ പാത്ത് വെക്കും. അതാർക്കാ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കണ്ടം, ഈ 2 കണ്ടം പാടുണ്ടാകുമ്പോൾ അതിൽ പിന്നെ എന്താ പറയുക, കയമ്മ എന്ന് പറയും. പഴയ ഒരു കയമ്മാറ നെല്ലുണ്ടായിരുന്നു പണ്ട്, മനസ്സിലായി നിങ്ങൾക്ക്? നല്ല നല്ല വാസന ഉണ്ടാകണം. അതൊരു മൂലക്കെ, ഒരു കണ്ടത്തിൻ്റെ മൂലക്കെ ലേശം ചേറ് വെച്ചിട്ട് അവിടെ എന്ത് ചെയ്യുന്നറിയോ? ഈ നെല്ലുണ്ടാക്കും. എന്തിന്? അത് റസൂലുള്ളാഹിന്റെ മൗലൂദിന് നെയ്ച്ചോറക്കാൻ. വല്യപ്പാന്റെ പാടത്ത് ആകെ 2 കണ്ടാണുള്ളത്. ആ 2 കണ്ടത്തിൽ തന്നെ ഒരു കണ്ടത്തിന്റെ ഒരു മൂലക്ക് റസൂലുള്ളാഹിക്കുള്ള നെല്ല. അത് ആരും എടുക്കാൻ സമ്മതിക്കൂല, അതിന് കോരിക്കാൻ പറ്റൂല. അത് കോരിച്ചാൽ റസൂലുള്ളാഹിന്റെ കുരുത്തൊക്കെ പറ്റും എന്നറിയും. അങ്ങനെ പറഞ്ഞു, അതൊരു കോരിക്കൂല നെല്ല്, അത് റസൂലുള്ളാഹിന്റെ. അത് മൂലൊക്കെ കൊണ്ടുപോയി കൂട്ടും. അത് സഫർ മാസത്തിൽ കുത്തി അരിയൊക്കെ ക്ലിയർ ആക്കി വെക്കും. റബീഉൽ മാസത്തിൽ, അബുൽ മാസത്തിൽ അതിൻ്റെ ചോറ് ഞാൻ എത്ര കൊല്ലാൻ്റെ വല്യപ്പ മരിക്കണത് വരെ. അയൽവാസി വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി തന്നപ്പോൾ ഇജ്ജ് പറയേണ്ട കുട്ടിയമോ എന്ന് അങ്ങോട്ട് പറഞ്ഞു. ഉറക്കയില്ല, ഇജ്ജ് പറഞ്ഞ എൻ്റെ കുട്ടിയമോ ഫാത്തിഹ സൂറത്തിന് വായനറിയില്ല. ഈ പറഞ്ഞ വല്യപ്പാക്ക് ഇന്ന് മേപ്പെട്ടും കീപ്പെട്ടും വായനല്ല ഞമ്മക്ക് ചേകനൂരാകാന്നല്ലാതെ അതിനപ്പുറം നടക്കൂല. മനസ്സിലായില്ല? നമുക്ക് മേപ്പെട്ടും വായനറിയും, പറയും മേപ്പെട്ടും കീപ്പെട്ടും വായനറിയും. വല്യപ്പാക്കോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന് വായന എൻ്റെ വല്യപ്പാക്ക് അറിയില്ല, ഹക്കാറ്റും അറിയില്ല. കാരണം പരമകാരുണികനൊന്നും പറയണമെങ്കിൽ മാത്രം അതിനുള്ള വിദ്യാഭ്യാസം ഒന്നും എൻ്റെ വല്യപ്പാക്ക് പരമകാരുണികനും കരുണാനിധിനൊന്നും പറയാൻ അറിയില്ല. തമിഴ്നാട്ടിലെ കരുണാനിധിനെ പറ്റി വല്യപ്പാക്ക് തീരെ അറിയില്ല, ഒന്നും അറിയില്ല. നമുക്ക് മറ്റേ കരുണാനിധിയെങ്കിലും അറിയില്ല, എൻ്റെ വല്യപ്പാക്ക് അതും അറിയില്ല, ഒന്നും അറിയില്ല, ഒരു ചുക്കും അറിയില്ല, ഒന്നും അറിയില്ല. ആ മനുഷ്യൻ കുട്ടിയമ്മ അടുത്ത വീട്ടിലെ കുട്ടിയമ്മ കേൾമ ഉള്ളി കൊടുത്തപ്പോൾ വേണ്ട നാങ്യം കാണിച്ച് കേലിമ ചൊല്ലി റാഹത്തായിട്ട് മരിച്ചു. റാഹത്തായി 90 വയസ്സ് വരെ കന്നൂട്ടി, 90 വയസ്സ് വരെ കന്നൂട്ടി. കന്നുപൂട്ടുക, വെയിലത്ത് കന്നുകൂട്ടും, വതക്കും, പണിയൊക്കെ എടുക്കും, നല്ല ഭക്ഷണം കഴിക്കും. അങ്ങനെ തന്നെ സ്വലാത്തും ചൊല്ലി അങ്ങനെ ജീവിച്ചു, അങ്ങനെ മരിച്ചു. ഒന്നുമില്ല. സുബൈ നിസ്കരിച്ച് ഈ തന്നെ പാടത്ത് പോകും, പറമ്പ് എപ്പോഴും സ്വലാത്തുണ്ടാവും സദാ നേരം. മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു എന്നല്ലാത്തൊരു ചിന്തല്ല, അള്ളി റസൂൽ എന്നല്ലാത്തൊരു വിചാരമല്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പം 2 കാര്യത്തിലാണ് വിജയമുള്ളത്. 1 ഫനാ, 2 ദുആ. അത് രണ്ടും നല്ല ബോധമുള്ള മനസ്സോടുകൂടി ചെയ്യണം. ദുആയിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. സ്വലാത്തിൽ തിരക്ക് ഉണ്ടാവാത്തതിൻ്റെ ഒരു കാരണം ഖൽബ് അതിനോട് ബന്ധപ്പെടാത്തത് കൊണ്ടാണ്. ഖൽബ് അതിനോട് ബന്ധപ്പെടുകയാണ് എങ്കിൽ വലിയ വളർച്ച ഉണ്ടാവും, ഭയങ്കര നേട്ടമുണ്ടാവും, കടങ്ങൾ വീടും, പ്രയാസങ്ങൾ ഒഴിവാവും, ഒക്കെ
കടം വീടാനൊക്കെ ഉണ്ട്. 1,24,000 ഇന്നാലിന്ന സ്വലാത്ത് ചൊല്ലിയാൽ തീരുമ്പോഴത്തിന് കടം വീടും എന്ന് ചില ആൾ എന്ന് പറയും. അതും ഉണ്ട്. ഇത് ചില ആളുകൾക്ക് കൊടുക്കും. പക്ഷേ ചെല്ലിയെടുത്തിട്ട് ഓല കടന്നു വിടില്ല. എന്തുകൊണ്ട്? ഈ 1,24,000 അദദ് ഒപ്പിച്ചു എന്നല്ലാതെ ഒരൊറ്റ സ്വലാത്തിൽ പോലും എൻ്റെ റസൂലുള്ളാഹിക്ക് ഗുണമുണ്ടാകട്ടെ എന്നാണ് എൻ്റെ ഈ ദുആ എന്ന് ഒരിക്കൽ പോലും ചിന്തിക്കൂല. എന്നാൽ എന്തൊപ്പിക്കും? അദദ് 1,24,000 ഒപ്പിക്കും. അതിന് ഫലം ഉണ്ടാവില്ലേ? അതിന് ഫലം ഉണ്ടായേക്കാം. പക്ഷെ പൂർണ്ണമായ ഫലം ഉണ്ടാവണമെങ്കിൽ റസൂലുള്ളാഹിലൂടെ സഞ്ചരിക്കണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തറക്കേണ്ടല്ലോ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മുൻഗാമികളായ സ്വാലിഹീങ്ങൾ പോയ വഴി, ഹക്കായ മാർഗം അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ മാത്രമാണ് എന്ന് മനസ്സിലാക്കണം. എല്ലാ മാഞ്ഞാളങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കും. അത് UDF ആണെങ്കിലും, അത് LDF ആണെങ്കിലും, അത് BJP ആണെങ്കിലും, അതൊക്കെ ദുനിയാവിൻ്റെ മാഞ്ഞാളം കളികൾ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അതിനൊന്നും ജീവനില്ല. പരലോകത്ത് രക്ഷപ്പെടെങ്കിൽ അള്ളയും റസൂലും വേണം. അത് അള്ളാഹുവിലേക്കുള്ള വാതിൽ മുത്ത് മുഹമ്മദ് മുസ്തഫയാണ്. മുഹമ്മദ് മുസ്തഫാനെ സനാ ചെയ്യാത്ത ഒരാൾക്ക് അള്ളാഹുവിനെ സനാ ചെയ്തിട്ടും കാര്യമില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു അവൻ്റെ മുത്തഖീങ്ങളിലും സ്വാലിഹീങ്ങളിലും നമ്മളെ അള്ളാഹു തആല ചേർത്ത് തരട്ടെ.